ദൈവനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. അധിക സന്തോഷത്തോടെയാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത്. കാരണം ഇന്നലത്തെ ദിവസം UK പല സ്ഥലങ്ങളിലുള്ള ദൈവജനത്തോടു കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്കും ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഒരു അവസരം അതിനുവേണ്ടി ഏർപ്പെടുത്തി കൊടുത്ത് ഈ സഭയ്ക്കും പ്രത്യേകിച്ച് the oversight of this assembly, I really want to extend my gratitude to you. ഞാൻ അയർലൻഡിലുള്ള നമ്മുടെ സഹോദരന്മാരാണ് അവരുടെ ഫാമിലി കോൺഫറൻസിന് വരണം എന്ന് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് അടുത്ത വർഷം ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചു ഈ അയർലൻഡിലുള്ള വിസിറ്റുമായിട്ട് ഇതൊരു കമ്പൈൻ ചെയ്ത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ചെറിയൊരു റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടെ ചേർത്ത് ചെയ്യാം എന്നാണ് ചിന്തിച്ചത്. അപ്പോഴാണ് ഇവിടെ നിന്നുള്ള ഒരു ഇൻവിറ്റേഷൻ എനിക്ക് ലഭിക്കുകയും അങ്ങനെ ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കാൻ ദൈവം അങ്ങനെ ഒരു അവസരം ഒരുക്കി. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളിൽ എല്ലാവരെയും കാണുവാൻ ദൈവം കൊടുത്ത ഒരു സന്ദർഭം അതും ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I am really happy to see all of you. Some of you, I think I have seen you elsewhere in the Gulf countries and all that, and it's really a wonderful experience to see you all again and renew that the friendship and fellowship in the Lord. ഞാൻ നിങ്ങൾ അറിയുന്ന പോലെ ബാംഗ്ലൂരിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. I stay there with my family, my wife and 2 children. My first child, daughter, she is 21 now and she is doing her master's degree. And I have a son, the younger one, who is 15 and he is in grade 10th. And എൻ്റെ മിനിസ്ട്രീനെ കുറിച്ച് പറയുവാണെങ്കിൽ I do help with the local assembly, but I am also involved in some training programs. നിങ്ങൾ അറിയുന്ന എമ്മാവൂസ് എന്നുള്ളൊരു മിനിസ്ട്രി, ഇറ്റ്സ് എ കറസ്പോണ്ടൻസ് കോഴ്സ്. സോ അതിൻ്റെ ഒരു ഓൺലൈൻ പ്രോഗ്രാം ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങളത് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ 7th batch. In every batch we have around 400 learners from all across India. We have a course in English, we have a course in Hindi, Tamil, Telugu, and recently we have also introduced the same in Kannada. അപ്പോൾ ആ പ്രവർത്തനം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെയും എനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു ബേർഡൻ, അത് ഇതുവരെയും സുവിശേഷം എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പ്സ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയും എന്നുള്ളത് എനിക്കറിയത്തില്ല. ലോകത്തിലേക്ക് ഇതുവരെയും അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ സുവിശേഷം ഒരിക്കലും കേൾക്കാത്ത ജാതിക്കൂട്ടങ്ങൾ, ഒരിക്കൽ പോലും യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാത്ത പീപ്പിൾ ഗ്രൂപ്പ്സ് ലോകത്തിലെ ഏറ്റവും അധികം ഉള്ളത് നമ്മുടെ ഭാരതദേശത്തിലാണ്. 2500 പരം പീപ്പിൾ ഗ്രൂപ്പ്സ് ആർ ദർ, ഡിസ്റ്റിങ് പീപ്പിൾ ഗ്രൂപ്പ്. ദേ ഹാവ് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ, ദേ ഹാവ് എ കൾച്ചർ ഓഫ് ദെയർ ഓൺ. ആ രീതിയിലുള്ള 2500 കൂടുതൽ പീപ്പിൾ ഗ്രൂപ്പ്സ് ആർ ദർ ഇൻ ഇന്ത്യ. അതിൽ ഇതുവരെയും സുവിശേഷം എത്തിയിട്ടുള്ളത്, സഭ എന്ന് പറയുമ്പോൾ ബ്രദറൻ സഭയല്ല, ഒരു സഭ പോലും ഇല്ലാത്ത ആ രീതിയിലുള്ള പീപ്പിൾ ഗ്രൂപ്പ്സ് ദർ ആർ മോർ ദാൻ 2100. 400 പീപ്പിൾ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ക്രിസ്തുവിനെ അറിയിക്കുന്ന സഭകൾ ഉള്ളത്. അപ്പോൾ എനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ബേർഡൻ, എനിക്ക് മാത്രമല്ല, ദർ ആർ മെനി അതേഴ്സ് നോ ഹു ഹാവ് ദ സെയിം ബേർഡൻ.
It is to motivate young people to go there and be a witness for Christ. Sometimes, it may not be like a full-time missionary. It could be with a job. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്, ഐ വെരി സ്ട്രോങ്ലി ബിലീവ്, ഐ ഹാവ് എ കൺഫെഷൻ ടു മേക്ക്. പണ്ടൊക്കെ ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വേറെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഐ ഹാഡ് എ ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക് അബൌട്ട് ദം. കാരണം എസ്പെഷ്യലി ഗോഡ്ലി പീപ്പിൾ, ദൈവത്തിന് വേണ്ടി നല്ല രീതിയിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ത്യയെ വിട്ട് വെളിയിൽ പോകുമ്പോൾ അതെനിക്ക് ഒരു ദുഃഖമായിട്ടാണ് ഞാൻ പണ്ട് ചിന്തിച്ചത്. ബട്ട് നോട്ട് എനിമോർ. ആഫ്റ്റർ ട്രാവലിംഗ് അറൗണ്ട് in the West for a few years, I realized that it is the Lord who has brought you all here. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ പൂർണ്ണവേല സുവിശേഷ വേലയിൽ നിങ്ങൾ ഈടുപെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചപ്പാട് മാത്രം കിട്ടിയാൽ, that you are a bivocational missionary. ജോലിയോട് കൂടെയാണ്, but you are a missionary. You have that missionary. ആ ടാഗ് ഇല്ലെങ്കിലും നിങ്ങൾ, ഞാൻ ഈ ഹാളിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഐ മീൻ ഇറ്റ്സ് അൺബിലീവബിൾ. ആരോ കെട്ടിവെച്ച ഒരു ഹാളിൽ ഇന്ന് ഇവിടത്തുകാർക്ക് വന്ന് ഇരിക്കാനുള്ള ആ ഒരു they don't have interest. Many of their present generation, they are not here. But ചിന്തിച്ചു നോക്കിയേ, എവിടുന്നോ വന്ന് നമ്മൾ ഇവിടെ ഇരുന്നു ദൈവത്തെ ആരാധിക്കുന്നു. ആൻഡ് ഐ വോണ്ട് ടു സേ നൗ ദിസ് ഇസ് വാട്ട് വി കോൾ എസ് ടെസ്റ്റിമണി. ഒരു സഭയുടെ സാക്ഷി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലോക്കൽ അസംബ്ലിയുടെ ടെസ്റ്റിമണി. വാട്ട് ഈസ് ദിസ് ലോക്കൽ അസംബ്ലീസ് ടെസ്റ്റിമണി? ഹിയർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who are worshipping the true living God. That is the testimony. തുടർന്ന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ അധികമായിട്ട് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ജോലിയോട് കൂടെ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എനിക്ക് വലിയ സന്തോഷമുള്ള വേറൊരു കാര്യമുണ്ട്. എൻ്റെ പേരുള്ള ഒരാളിനെ ഞാൻ കണ്ടുപിടിച്ചു. സാം കെ ജോൺ എന്ന് പറഞ്ഞ് തന്നെ ഉള്ള ഒരു വ്യക്തിയെയും കണ്ടുപിടിച്ചു, പരിചയപ്പെട്ടു. വളരെ സന്തോഷം അതിലും എനിക്ക് ഉണ്ടായി. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. അത് നമുക്കറിയുന്ന ഒരു പാസേജാണ്. പുതിയ നിയമത്തിൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം, 2 Corinthians chapter 12 from verse 7 to verse 10. 2 Corinthians chapter 12 verses 7 through 10. ആദ്യം ഇംഗ്ലീഷിൽ ഒരാൾ വായിക്കുകയും പിന്നെ മലയാളത്തിൽ അതേ വേദഭാഗം ഒന്നും കൂടെ വായിച്ചാൽ അത് നന്നായിരിക്കും. മലയാളത്തിലും കൂടെ ഒരാളത് ഈ വേദഭാഗം വായിച്ചാൽ. താങ്ക് യു.
This is a very familiar passage to all of us. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം എഴുതിയ പശ്ചാത്തലം, അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ ഈ വായിച്ച വേദഭാഗത്തിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൽ കൂടെ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Paul was writing this when he was going through an extreme time of affliction. ദുഃഖത്തോടെയും പ്രയാസത്തിനോടെയുമാണ് പൗലോസ് ഈ ലേഖനം കൊരിന്ത്യർക്ക് എഴുതുന്നത്. കാരണം ഒരു സഭയ്ക്ക് വേണ്ടി ഇത്രത്തോളം അധ്വാനിച്ചിട്ട് ആ സഭയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി തൻ്റെ സമയവും തനിക്ക് ദൈവം കൊടുത്ത കൃപാവരങ്ങളും ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ആ സഭ അത് മനസ്സിലാക്കാണ്ട് വരുമ്പോൾ അതിൽ വരുന്ന ആ ഒരു വേദന, ഈ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന ഒരു ചിലർ പൗലോസിനെ തെറ്റിദ്ധരിക്കുകയും പൗലോസിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസരമാണ്. അതിന് കാരണം ദർ ജുഡായിസ്റ്റിക് പ്രീച്ചേഴ്സ്. അവർ ചെന്ന് ഈ കൊരിന്ത് സഭയിലുള്ള വിശ്വാസികളെ പൗലോസിന് എതിരെ പ്രവർത്തിക്കുവാൻ അത് ആ രീതിയിൽ അവർ ചെയ്തു. So they were now even questioning Paul's apostleship. Okay, are you a true apostle? ശരിക്കും ഒരു സാക്ഷാൽ ഒരു അപ്പോസ്റ്റലാണെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ വേറെയാണ്, അതൊന്നും നിൻ്റെ അടുത്ത് കാണുന്നില്ല. കാരണം പൗലോസിനെ അറ്റാക്ക് ചെയ്ത അവർ പലരും ഉപയോഗിച്ച രണ്ട് തന്ത്രങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 weapons they used against Paul was, one is like they said, no, we have more experience than you in ministry. We have more special revelations from God. We have more fellowship with God than you. ഇതാണ് ഒരു രീതിയിൽ പൗലോസിനെ അവർ തകർക്കുവാൻ ശ്രമിച്ചത്. നിനക്കെന്താ ഉള്ളത് പൗലോസേ? ഞങ്ങൾക്ക് ഉള്ളതുപോലെ, ദൈവത്തിനോട് ഞങ്ങൾക്കുള്ള അടുപ്പത്തിനെ പോലെ നിനക്കെന്തെങ്കിലും അടുപ്പമുണ്ടോ? നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിനക്കെന്തെങ്കിലും ഞങ്ങൾക്കുള്ള പ്രശംസ പോലെ ഞങ്ങൾക്ക് ഈ ദൈവകാര്യങ്ങളിലുള്ള അനുഭവങ്ങൾ പോലെ നിനക്കെന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടോ? ദാറ്റ് വാസ് വൺ വേ ദേ അറ്റാക്ക്ഡ് പോൾ. അതോട് കൂടെ ചേർന്ന് പൗലോസിനെ വിഷമിപ്പിക്കുവാൻ വേണ്ടി അവർ കാണിച്ച വേറൊരു കാര്യം, പൗലോസിൻ്റെ ജീവിതത്തിലുള്ള ചില ബലഹീനതകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു, പൗലോസേ, ഈ ബലഹീനതകളാണ് ഞങ്ങൾക്ക് ആധാരം. എന്താണെന്നറിയോ? നിന്നെക്കാട്ടിലും ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണ്. ലുക്ക് അറ്റ് ദ സ്ട്രഗിൾസ് യു ഹാവ് ഇൻ യുവർ ലൈഫ്. ലുക്ക് അറ്റ് ദ വൾണറബിലിറ്റീസ് യു ഹാവ് ഇൻ യുവർ ലൈഫ്. Look at the problems and struggles you have in your life. Look at your weaknesses. Isn't that evident that you are somebody who is inferior to us? പൗലോസ് ഈ ലേഖനത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനു മുമ്പേ. എന്നിട്ട് ഈ ലേഖനത്തിൻ്റെ അവസാനത്തിലോട്ട് വരുമ്പോൾ പൗലോസ് ഈ കാര്യം എടുത്തിടുവാണ്. നിങ്ങളിതിന് മുമ്പേ ഉള്ള അധ്യായം വായിച്ചു നോക്കിയാൽ പൗലോസ് പറയുക, എനിക്ക് പ്രശംസിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബോസ്റ്റ് ബിക്കോസ് ഇഫ് ഐ ബോസ്റ്റ് ഐ വിൽ ബി എ ഫൂൾ. പൗലോസ് ആ ഒരു ഫൂൾ എന്നുള്ള വാക്ക് 3 പ്രാവശ്യം ഈ 11-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ പ്രശംസിച്ചാൽ ഐ വിൽ ബി എ ഫൂൾ ഇൻ ഗോഡ്സ് സൈറ്റ്. കാരണം എനിക്ക് പ്രശംസിക്കാൻ എന്താ ഉള്ളത്? ദൈവം എനിക്ക് തന്നതല്ലാതെ എനിക്ക് ആത്മീയ ജീവിതത്തിലോ എൻ്റെ ഫിസിക്കൽ ലൈഫിലോ എനിക്ക് പ്രശംസിക്കാൻ എന്തില്ല? ഒന്നും തന്നെ ഇല്ല. എന്നാൽ പൗലോസ് ഇത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പൗലോസ് പറയുക, ബട്ട് നിങ്ങൾ എന്നെക്കൊണ്ട് ബോസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ബോസ്റ്റ്, ബട്ട് യു ആർ മേക്കിംഗ് മീ ടു സേ വാട്ട് ഐ റിയലി ഡോണ്ട് വാണ്ട് ടു സേ. എനിക്കിങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു റൈറ്റ് ലൈക്ക് ദിസ്. എന്നാൽ നിങ്ങൾ എന്നെ അതിനു വേണ്ടി ടെംപ്റ്റ് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുക, 14 വർഷത്തിന് മുമ്പേ, ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. 12-ാം അധ്യായത്തിൻ്റെ
ആദ്യത്തെ വേദഭാഗം വായിച്ചു നോക്കുമ്പോൾ Paul is talking about a very special spiritual encounter he had. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു എൻകൗണ്ടറിനെ കുറിച്ചാണ് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. പൗലോസ് പറയുക 14 വർഷത്തിന് മുമ്പേ തനിക്കുണ്ടായ ഒരു ആത്മീയ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്, അതിനെക്കുറിച്ച് പൗലോസ് പറയുക. പൗലോസ് അവിടെയും ഹീ ഈസ് യൂസിങ് എ തേർഡ് പേഴ്സൺ നറേറ്റീവ്. ഞാൻ എടുക്കപ്പെട്ടു എന്നൊന്നുമല്ല പറയുന്നത്. ഐ നോ എ മാൻ ഹു വാസ് ടേക്കൻ അപ്പ് ടു ദ തേർഡ് ഹെവൻസ്. എന്നിട്ട് ആ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസിനെ കുറിച്ച് പൗലോസ് ഒരു വാക്ക് പറഞ്ഞിട്ട് അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: എനിക്കും പറയാൻ പല കാര്യങ്ങളുണ്ട്, എനിക്കും ദൈവത്തോട് എനിക്ക് സ്പെഷ്യലായിട്ട് എനിക്ക് കിട്ടിയ പല അനുഭവങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് ഉണ്ട്, എന്നാൽ ഞാൻ അതിന് മുതിരുന്നില്ല. അതിന് പകരം പൗലോസ് പറയുക, നിങ്ങൾ ഏതൊക്കെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നോ ആ ബലഹീനതകളിൽ ഞാൻ എന്തു ചെയ്യാൻ പോവാ? പ്രശംസിക്കുവാൻ പോകുവാണ്. I am going to now boast in my weaknesses. Did you note that word there? It's a plural. ബലഹീനതകൾ എന്നാ പറയുന്നത്, ഒരെണ്ണമല്ല. പൗലോസിൻ്റെ ജീവിതത്തിലും പല ബലഹീനതകൾ ഉണ്ടായിരുന്നു. പൗലോസ് ഇവിടെ പറയുവാണ്, I will boast in them. It is like turning the tables back on them. You want to use my weaknesses to attack me, and I'm going to use the same tables against you. പൗലോസ് പറയുക, I will boast. എന്നിട്ട് താഴെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ പറയുക, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പൗലോസ് പറയുക, therefore verse 9, therefore I will boast all the more gladly of my weaknesses. All the more gladly. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കറിയാം ഈ വേദഭാഗത്തിൽ പൗലോസ് പ്ലൂറലിൽ പറയുന്നുണ്ട് എൻ്റെ ബലഹീനതകൾ. അത് പലതും ഉണ്ട്. അതിൽ ഒരെണ്ണത്തിനെ പൗലോസ് എടുത്ത് പറഞ്ഞിട്ടാണ് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, so to keep me from becoming conceited because of the surpassing greatness of the revelation, a thorn was given me in the flesh. എൻ്റെ ശരീരത്തിൽ ഒരു ശൂലം. പ്രിയപ്പെട്ട ദൈവജനമേ, തമിഴിൽ ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശരിയല്ല. മലയാളത്തിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് ട്രാൻസ്ലേഷൻ. തമിഴിൽ മുള്ളെന്നാണ് പറയുന്നത്, തോൺ അല്ലേ, മുള്ള്. മലയാളത്തിൽ മുള്ളെന്നുള്ള വാക്കുണ്ടോ? ഓക്കെ, നമുക്ക് മുള്ളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ മുള്ളു കുത്തിയതിനൊക്കെ ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടോ? മുള്ളു കുത്തിയതിന് ആരെങ്കിലും വിഷമിക്കാറുണ്ടോ? കാരണം മുള്ളു കുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ട്രിവിയൽ തിങ് അല്ലേ. ഈ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാവരും നേഴ്സുമാരുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത്. എന്നാൽ നമ്മൾ പറയുമല്ലോ, ഒരു ചെറിയൊരു പ്രിക്കേ ഉള്ളൂ. ഇഞ്ചക്ഷന് പേടിക്കുന്നവരുടെ അടുത്ത് നമ്മൾ പറയുന്നതാ, ഒരു ചെറിയ ഒരു പ്രിക്കേ ഉള്ളൂ. പൗലോസ് ഇവിടെ ഒരു ചെറിയ പ്രിക്ക് പോലെ ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇഫ് യു ലുക്ക് അറ്റ് ദ വേർഡ് ടുഡേ, the phrase thorn in the flesh has become like a metaphor in the English language അല്ലേ. ഇത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് thorn in the flesh. ചില ഭർത്താക്കന്മാർ പറയും ഭാര്യമാരെ കുറിച്ച്, എന്തെന്ന് ഞാൻ പറയുന്നില്ല, ആരും പറയുന്നോ നോക്കട്ടെ ഒന്ന്. she is a thorn in my flesh. Vice versa, even women could say the same thing. അപ്പോൾ ഈ ലോകത്തിൽ പോലും പൗലോസ് പറഞ്ഞ് ഈ വാക്കുകൾ ഇന്ന് എന്തുവായി മാറിയിരിക്കുക? മാറാത്ത ഒരു പ്രശ്നം, ജീവിതത്തിൽ അവസാനിക്കാത്ത ഒരു പ്രശ്നത്തിനെ കുറിച്ച് പറയുവാൻ ഒരു വാക്കായിട്ട് പൗലോസ് ഉപയോഗിച്ച വാക്കുകൾ ഇന്ന് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ ഈ തോൺ എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിലുള്ള ആ വാക്ക് നമ്മൾ അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് എ ട്രിവിയൽ തിങ്.
ദ വേർഡ് ഇസ് സ്പൈക്ക്. നമുക്ക് ഈ സോക്കറൊക്കെ കളിക്കുന്നവർ സ്പൈക്ക് ഷൂ ഇടാറുണ്ട്. അതും കൊണ്ട് നമുക്കൊരു കിക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എ നീഡിൽ പ്രിക്ക്. ദിസ് ഈസ് ലൈക്ക് Paul is using a language, a stake with a pointed end. That's the word spike. അതേപോലെ തന്നെ ഇവിടെ ഫ്ലഷ്, തോൺ ഇൻ ദ ഫ്ലഷ്, ശരീരത്തിൽ. ശരീരം എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥം ശരീരത്തിൽ, ജഡത്തിൽ എന്നുള്ളത് മാത്രമല്ല. അവിടെ ജഡമെന്ന് പറയുന്ന വാക്കിൻ്റെ ശരിക്കുമുള്ള അർത്ഥം ശരീരപ്രകാരമായും മാനസികമായും തീരാത്ത ഒരു പ്രശ്നം. പ്രിയപ്പെട്ട ദൈവജനമേ, വേദ പണ്ഡിതാക്കന്മാർ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് എന്തുവായിരുന്നു പൗലോസിൻ്റെ ഈ തീരാത്ത ഒരു ശരീര മാനസിക പ്രശ്നം? പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചിലർ പറയുന്നു there was an eye problem, ചിലർ പറയുന്നു മലേറിയൽ ഫീവർ എപ്പിസോഡ്സ് ആയിരുന്നു, ചിലർ പറയുന്നു ഇറ്റ് വാസ് പ്രോബ്ലം വിത്ത് സ്പീച്ച്, സംസാരിക്കാൻ നല്ല കഴിവ് പുള്ളിക്കില്ലായിരുന്നു. ഏർലിയസ്റ്റ് കമൻട്രീസ്, ദിസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഏർലിയസ്റ്റ് കമൻട്രീസ്, ചർച്ച് ഫാദേഴ്സൊക്കെ 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതിയ കമൻട്രിയിൽ എന്തോ പറഞ്ഞെന്നറിയോ? മൈഗ്രെയിൻ. ആരെങ്കിലും മൈഗ്രെയിൻ ഉള്ളവരുണ്ടോ? മൈഗ്രെയിനും സാധാരണ ഒരു സംഭവമല്ല കേട്ടോ. പക്ഷെ എൻ്റെ അമ്മോ, ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കിടക്കേന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നവർ. ഓക്കെ, പക്ഷെ അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അതേഴ്സ് മേ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് വാസ്. പക്ഷേ പൗലോസ് ഇവിടെ പറയുന്ന ആ വാക്ക്, ആ ഒരു പ്രയോഗം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ദറ്റ് ഇസ് ടോർമെൻറ്റിങ്, ഹറാസിങ്, buffeting Paul, and the verb indicates a chronic problem. ദൈവമക്കളെ, ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ മറ്റവരോടത് പറഞ്ഞിട്ടുണ്ടാകും, വരേണ്ടതില്ല. But know something that you struggle with often, maybe on a daily basis. Something that is like, പക്ഷെ നമുക്കെല്ലാവർക്കും ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവമേ എനിക്ക് ഈ ഒരു പ്രശ്നം മാത്രം നീ ഒന്ന് നീക്കി കൊടുത്താൽ എനിക്ക് എത്ര സ്വാതന്ത്ര്യത്തോടെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിന്നെ മഹത്വപ്പെടുത്താൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ പൗലോസ് ആരാണ്? കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം മൊത്തം കൊടുത്തിട്ട് കർത്താവിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ പൗലോസിനെ കുറിച്ച് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും, എൻ്റെ ദൈവമേ ഈ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് നീ മാറ്റി കൊടുക്കുവാണെങ്കിൽ നിനക്ക് വേണ്ടി ഇച്ചിരിയും കൂടെ ഞാൻ അധ്വാനിക്കല്ലേ? ചിന്തിച്ചു നോക്കിയേ. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ഹറാസിങ് ഹിം ഓൺ എ ഡെയിലി ബേസിസ്, റെക്കറിങ് പ്രോബ്ലം. നമുക്ക് എന്താണെന്നുള്ളത് ഇതുവരെ അറിയത്തില്ല, പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം. No, Paul is not somebody who will make a mountain out of what? A mole, right? കാരണം വേറെ ഒന്നും നോക്കണ്ട, അതിന് മുമ്പിൽ എഴുതിയേക്കുന്ന 11-ാം അധ്യായം വായിച്ച് നോക്കിയാൽ മതി. പൗലോസ് ഒരു വലിയ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ സാഹചര്യങ്ങൾ. ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഇൻ ദിസ് ഹാൾ ഹാസ് എവർ ഗോൺ ത്രൂ വാട്ട് പോൾ ഹാഡ് ടു ഗോ ത്രൂ ഇൻ ഹിസ് ലൈഫ്. 11-ാം അധ്യായം മാത്രം വായിച്ച് നോക്കിയാൽ മതി. ഷിപ്രക്, ഹങ്കർ, sleepless nights, and then he goes on narrating both physical and mental torture. അങ്ങനെയാണെങ്കിൽ പൗലോസ് അതിനെക്കുറിച്ചൊന്നും വലിയ രീതിയിൽ പറയാത്ത ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുള്ള ഈ ഒരു ബലഹീനതയെക്കുറിച്ച് എടുത്തു പറഞ്ഞ് there is a thorn in my flesh which is tormenting me എന്ന് പറയണമെങ്കിൽ പൗലോസിന് ഇത് ശരിക്കും ഒരു വലിയ പ്രശ്നമായിരുന്നു. ഞാനപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും ഞാൻ ഓർപ്പിച്ചതുപോലെ സംതിങ് ദാറ്റ് ഈസ് വെരി ഫ്രസ്ട്രേറ്റിംഗ്, വെരി ഫ്രസ്ട്രേറ്റിംഗ്. ഐ ടെൽ യു, ഐ ഹാവ് കം അക്രോസ് സെവറൽ പീപ്പിൾ ഇൻ മൈ ലൈഫ് സംടൈംസ് ഹു ഹാവ് ഷെയർഡ് തിങ്സ് വിത്ത് മീ. ജീവിതത്തിൽ എല്ലാം അക്കംപ്ലിഷ് ചെയ്തവർ,
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്നൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ലൈഫ് ഇസ് സെറ്റിൽഡ്, എവറിത്തിങ് ലുക്സ് സോ beautiful from the outside. But then you begin to talk to them, you realize that there are certain burdens which is causing them to feel like it's debilitating. It's debilitating, frustrating. It is like പൗലോസിൻ്റെ കാര്യം തന്നെ ഞാൻ ചിന്തിക്കുമായിരുന്നു. It could have been a ministry spoiler, confidence stealer, made him vulnerable before others. Something that bothered him for many, many years. This morning I want to ask you, brothers and sisters, is there anything in your life that you feel, Lord, I just plead with you to take this away from my life? Is there anything in your life that you have really asked the Lord to remove from your life? നല്ല കാര്യമാട്ടോ പൗലോസ് ആദ്യം ചെയ്തത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് വേഴ്സ് 8, 3 times I pleaded with the Lord about this, that it should leave me. Pleaded എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. Pleaded is not what, like ചുമ്മാ പോയി ഒന്ന് ഈ ഉറക്കം തൂങ്ങി നമ്മൾ പ്രാർത്ഥിക്കില്ലേ ചിലപ്പോൾ, സുബോധത്തിലില്ലാത്ത പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല, പക്ഷെ എന്നാൽ പ്രാർത്ഥിക്കുക. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയല്ല അത്. ദിസ് ഇസ് ഡെസ്പറേറ്റ്ലി പ്ലീഡിങ് വിത്ത് ദ ലോർഡ്. ദൈവമേ, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ദൈവമേ, എനിക്കിത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഒരുപക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കും, ദൈവമേ, ഇതിൽ പല കാര്യങ്ങളും ഞാൻ സഹിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാൽ ഇത് സഹിപ്പാനുള്ള ആ ഒരു സ്ട്രെങ്ത് എനിക്കില്ല. 3 times he pleaded with the Lord to remove this. ഞാൻ വേറെ ഒരു കാര്യം പറയട്ടെ, ഇത് നല്ലൊരു കാര്യമാട്ടോ. ദൈവസന്നിധിയിൽ പോയി നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ നാം ചെയ്യുന്ന ആ ഒരു പ്രാർത്ഥന, അത് നല്ലൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്ത്യൻ ഹിമ്മുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ലൈക്ക്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്, all our sins and griefs to bear, what a privilege to carry what? Everything to God in prayer. Everything. അങ്ങനെയാണെങ്കിൽ ദൈവം ഉറപ്പായിട്ട് നമ്മളോട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് ഭാരവും ആയിക്കോട്ടെ, നീ അത് എന്നോട് പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ പറയട്ടെ, പൗലോസിൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങൾ ഇതിന് മുമ്പേയും സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെയും പൗലോസ് ഈ ദൈവസന്നിധിയിൽ പോയി, ദൈവമേ എന്നെ സഹായിക്കണം, എനിക്കിതിൽ നിന്നൊരു വിടുതൽ നൽകണം. എത്രയോ പ്രാർത്ഥനകൾ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. പൗലോസിൻ്റെ എത്രയോ പ്രാർത്ഥനകൾ ദൈവം, വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ദൈവം കേട്ടിട്ടുണ്ട്. തെളിവ് നമുക്ക് വേദപുസ്തകത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തിയോടും എനിക്ക് വിടുതൽ ലഭിപ്പാൻ വേണ്ടി. ദാറ്റ് മീൻസ് പല പ്രാവശ്യം പല വിടുതലിന് വേണ്ടി പൗലോസ് ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്. ആ അപേക്ഷ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മാനിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വന്നപ്പോൾ in 2 Timothy chapter, maybe we'll just read that verse, 2 Timothy chapter 4 verse 17. തിമോത്തിയോസിന് പൗലോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? The Lord stood by me and what? Strengthened me. ദൈവം എൻ്റെ കൂടെ നിന്ന് എന്ത് ചെയ്തു? എന്നെ ബലപ്പെടുത്തി. That means if this is what Paul had to say at the fag end of his life, it means several times Paul has experienced what? God's deliverance. പൗലോസ് ഇപ്പം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പൗലോസ് ആ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഏത് പ്രാർത്ഥന? വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളതെന്നറിയോ? നമ്പർ കൊടുത്തിട്ടുള്ളത്. നമ്മളാണെങ്കിൽ പൗലോസിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞതെന്നറിയോ? വിടാതെ പ്രാർത്ഥിക്കണമായിരുന്നു.
ദൈവത്തിനെ പിടിച്ചെന്ത് ചെയ്യണം? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദൈവം ഉത്തരം തരുന്നവരെയും എന്ത് ചെയ്യണം? പിടുത്ത് ചലിക്കണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസിന് വിടുതൽ ലഭിച്ചില്ല, ഉത്തരം ലഭിച്ചു. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈയിങ് ടു സേ? പൗലോസിന് എന്ത് കിട്ടിയില്ല? വിടുതൽ ലഭിച്ചില്ല. പക്ഷെ എന്ത് കിട്ടി? ഉത്തരം കിട്ടി. ഈ ഹോൾ സെന്റൻസ് ഉണ്ടല്ലോ, ഗ്രീക്കിൽ ഇത് വായിച്ചു നോക്കിയാൽ 9-ാം വാക്യം, ബട്ട് ഹീ സെഡ് ടു മീ, അത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എന്താണെന്നറിയോ? വൺസ് ഫോർ ഓൾ ഗോഡ് സെഡ് ടു മീ, എന്നേക്കുമായിട്ട് ദൈവം എന്നോട് പറഞ്ഞു എന്തെന്ന്? എൻ്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ടാണ് പൗലോസ് ഈ പ്രാർത്ഥന അവസാനിപ്പിച്ചത്. ഏത്? ദൈവമേ, ഇത് എന്നെ വിട്ട് എന്ത് ചെയ്യണം? നീക്കണമെന്നുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ചത് എന്തുകൊണ്ടെന്നറിയോ? പ്രാർത്ഥിച്ചിട്ട് പ്രയോജനം ഇല്ലയെന്ന് ചിന്തിച്ചതും കൊണ്ടല്ല കേട്ടോ. പലരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കുറച്ച് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷനല്ല പൗലോസ് പ്രാർത്ഥന നിർത്തിയത്. ദൈവം എന്ത് നൽകിയിട്ട്? ഉത്തരം നൽകിയും കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഈ ഒരു വാക്ക് നിങ്ങളുടെ ബൈബിളിൽ, ഐ ഡോണ്ട് നോ ലൈക്ക് വെദർ ഇഫ് യു ആർ യൂസിങ് എ റെഡ് ലെറ്റർ ബൈബിൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതും റെഡ് ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. യു നോ വാട്ട് ഈസ് എ റെഡ് ലെറ്റർ വേർഷൻ? Those words said by Jesus Christ is highlighted what? In red color. Very interesting. My grace is sufficient for you. ആരാ പറഞ്ഞെന്നറിയോ? പൗലോസിനറിയാം. ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. എവിടെ? ദമസ്ക് റോഡിൽ അന്ന് യാത്ര ചെയ്തപ്പോൾ ഇതേ ശബ്ദമാണ് ഞാൻ കേട്ടത്. അതേ ശബ്ദം ഇപ്പോഴും എന്നോട് പറയുന്നു, പൗലോസേ, എൻ്റെ കൃപ നിനക്കെന്ത് മതിയാണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എത്ര വർഷങ്ങൾ ഈ പ്രശ്നം പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാൽ ഞാനിങ്ങനെ യൂഹിക്കുകയാണ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസോട് പറയുന്നുണ്ട്, 14 വർഷത്തിന് മുമ്പേ എന്ത് കണ്ടു? ഒരു ദർശനം കണ്ടു. ഐ എം ജസ്റ്റ് തിങ്കിങ്, 14 വർഷത്തിന് മുമ്പേ ഇത് കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഈ 14 വർഷവും ഒരു പക്ഷേ ഈ പ്രശ്നം പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ദൈവം ഇത് പറഞ്ഞപ്പോൾ, പൗലോസേ, ഇനി എൻ്റെ കൃപ നൽകും എന്നല്ല ദൈവം പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് മുതൽ എൻ്റെ കൃപ നിനക്കെന്തുവാ തരൂന്നല്ല ദൈവം പറഞ്ഞത്. അതിന് പകരം ദൈവം എന്താ പറഞ്ഞത്? എൻ്റെ കൃപ മതി. ഇപ്പം നിനക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കൃപയിൽ തന്നെ നീ എന്ത് ചെയ്യുക? തുടരുക. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. See, you have experienced my grace, right? Paul, you have experienced my grace all these years, and that is sufficient for you. അപ്പോൾ ഇനി കൊടുക്കാൻ പോകുന്നതിനെ കുറിച്ചല്ല ദൈവം പറയുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഇത് മനസ്സിലാക്കിയപ്പോൾ പൗലോസ് അന്ന് തീരുമാനിച്ചു, this is enough for me. I don't know how many of you have heard about a person by name Joni Eareckson Tada. Unbelievable story. She was in her late teenage when she had this very freaky accident. സർഫിങ്ങിന് പോയതാണ്. പക്ഷേ ആ സർഫിങ്ങിൻ്റെ സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് ഷി ബ്രോക്ക് എ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോണ്ടല്ലോ, മെഡിക്കലി ഇറ്റ് ഇസ് കോൾഡ് എസ് ക്വാഡ്രിപ്ലജിക്. ഈ കഴുത്തിന് താഴെ ഒന്നും അനങ്ങത്തില്ല, അബ്സല്യൂട്ട്ലി. ആൻഡ് ഇമാജിൻ ദിസ് ഹാപ്പൻസ് നോട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ദിസ് ഹാപ്പൻസ് വാട്ട്? ലൈക്ക് ഇൻസ്റ്റൻ്റ്ലി യുവർ ഹോൾ ലൈഫ് ഇസ് വാട്ട്? ചേഞ്ച്ഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ചിന്തിച്ചു നോക്കിയേ, യുവർ ഹോൾ ലൈഫ് നോ ചേഞ്ചസ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ഷീ ഈസ് ബെഡ് റിഡൻ ഫോർ ഹർ ലൈഫ്. ആദ്യത്തെ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൻ്റെ കിടക്കയിലുള്ളപ്പോൾ ഭയങ്കര അങ്ങ് ദൈവത്തോട് ഒരു യുദ്ധമായിരുന്നു. ദൈവമേ, വൈ ദിസ്? കയ്പ്,
എസ്പെഷ്യലി ഉണ്ടല്ലോ അവളുടെ കൂട്ടുകാരികളൊക്കെ അവളെ കാണാൻ വേണ്ടി ആശുപത്രി വരുമ്പോൾ ഇറ്റ് ഓൺലി ഇൻക്രീസ്ഡ് ഹെർ ബിറ്റർനെസ്. ദൈവമേ, ഇവരെല്ലാം നന്നായിട്ട് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചൊക്കെ നടക്കുമ്പോൾ വൈ ഈസ് ദാറ്റ് ഐ നീഡ് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ലൈക്ക് ദിസ്? ആ ഒരു ഫേസ് കഴിഞ്ഞു അവളുടെ ജീവിതത്തിൽ. ആ കയ്പിൻ്റെ ഒരു ഫേസ് കഴിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. ആശ്രയിച്ച് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ അവൾ ദൈവത്തോട്, ദൈവമേ എനിക്ക് വിടുതൽ നൽകണം, എന്നെ എഴുന്നേൽപ്പിക്കണം, ഈ കിടക്കയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞ് അടുത്ത ഫേസ് ഓഫ് ലൈഫിൽ ഷി വാസ് ഡെസ്പറേറ്റ്ലി പ്ലീഡിങ് വിത്ത് ഗാഡ്. ഹീലിംഗ് മീറ്റിംഗ് ഒക്കെ നമുക്കറിയാം അല്ലേ? ഹീലിംഗ് മീറ്റിംഗ് ഒക്കെ ആൾക്കാർ നടത്താറുണ്ട്. അങ്ങനത്തെ ഹീലിംഗ് മീറ്റിങ്ങിലൊക്കെ പോയിരുന്ന് വീൽ ചെയറിൽ ഇരുന്ന് ആ ഹീലിംഗ് ബാക്കിയുള്ളവർക്കൊക്കെ നടക്കുമ്പോൾ, അത് ഉള്ളതോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഇവളെ ഉള്ളത്തിൻ്റെ ആ അടിയിൽ നിന്ന് ആഗ്രഹിക്കും, ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഈ അത്ഭുതം ചെയ്യാത്തത്? She was wrestling with God for another phase of time. You know what happened? After a while, ഒരു ചില കാലം കഴിഞ്ഞപ്പോൾ അവൾ ആ പ്രാർത്ഥന നിർത്തി. ദൈവത്തോട് ഈ എന്നെ ഹീൽ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന നിർത്തി. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം ഹീൽ ചെയ്യാൻ ദൈവത്തിനെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടല്ല. ഷീ സ്റ്റിൽ ബിലീവ്സ് നോ ഗാഡ് ഇസ് എ മിറക്ലസ് ഹീലർ. എന്തുകൊണ്ട് അവൾ പ്രാർത്ഥന നിർത്തി എന്നറിയോ? ഈ ജോണി എറിക്സൺ തന്നെ പറയുവാണ്, ഐ എം ഹീൽഡ് ഓൺ ദ ഇൻസൈഡ്. ഐ എം ഹീൽഡ് ഓൺ ദ ഇൻസൈഡ്. ഐ മേ നോട്ട് ബി ഹീൽഡ് ഓൺ ദ ഔട്ട്സൈഡ്, ബട്ട് ഐ എം ഓൾറെഡി വാട്ട്? ഹീൽഡ് ഓൺ ദ ഇൻസൈഡ്. വിശ്വസിക്കത്തില്ല നിങ്ങൾ, 50 വർഷം വീൽ ചെയറിൽ ഇവൾ തൻ്റെ ജീവിതം ഒരു 2021 ഐ തിങ്ക് ഷീ കംപ്ലീറ്റഡ് 50 years of her life in a wheelchair. And you know what? She celebrated that event. Unbelievable. ആരെങ്കിലും ഒരു ഡൈവിംഗ് ആക്സിഡൻറ്റ് നടന്നത് അത് സെലിബ്രേറ്റ് ചെയ്യോ? No, she celebrated the event that changed her life for worse. അന്ന് അവൾ പറഞ്ഞ ഒരു കാര്യമാണ്, I have been on the wheelchair for 50 years, but I have enjoyed walking with my Lord Jesus. What a beautiful thing. ഞാൻ ഈ വീൽ ചെയറിലാണ് കഴിഞ്ഞ 50 വർഷം, എന്നാൽ എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ എന്ത് ചെയ്തു? നടന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുവാൻ വേണ്ടി അനുവദിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളൊരു ശ്രമം നടത്തണം. ഞാൻ ഈ വാക്യം തന്നെയും, എൻ്റെ സമയം അധികമല്ല, എന്നാലും ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് ചൂണ്ടിച്ച് കാണിക്കുകയാണ്. ഈ വാക്യങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ, പൗലോസ് 7-ാം വാക്യം ഒന്ന് നമുക്കൊന്ന് വായിക്കാം. 7-ാമത്തെ വാക്യം മലയാളത്തിലൊന്ന് വായിക്കാമോ? ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്? ചോദിക്കാമോ? ഹലോ, ചോദിക്കാമോ? ആരാണ് ഈ ശൂലം കൊടുത്തത്? ആരാണ് ഈ ശൂലം കൊടുത്തത്? കാരണം തൊട്ട് അപ്പുറത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ വായിക്കുന്നത് ഈ ശൂലത്തിനെ കുറിച്ച് പറയുമ്പോൾ എ മെസ്സഞ്ചർ ഓഫ് സേറ്റൻ ടു വാട്ട്? ഹറാസ് മീ. ഓക്കെ, അത് അങ്ങനെ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കും, പൗലോസ് ആരെയാ പറയുന്നത്? പിശാചിനെ. പൗലോസ് ഇവിടെ പിശാച് എനിക്ക് ശൂലം കൊടുത്തെന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് ഇവിടെ പേഴ്സണിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ പൗലോസ് പറയുക ഇൻഡയറക്ട്ലി, യു നോ വാട്ട് ഈസ് സെയിങ്? A thorn in the flesh has been given unto me. ദൈവത്തിൻ്റെ പേര് അവിടെ എടുത്തു പറഞ്ഞില്ലെങ്കിലും പൗലോസ് പറയാൻ വരുന്ന കാര്യം എന്താണെന്നറിയോ? എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇതെന്ത് ചെയ്തിരിക്കുന്നു? തന്നിരിക്കുന്നു. കാരണം ഇത് വലിയൊരു, ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ച് നോക്കിയാണ്ടല്ലോ, ഇറ്റ്സ് ആക്ച്വലി എ വെരി പവർഫുൾ ഒരു തോട്ടാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പിശാചാണോ നമ്മുടെ ജീവിതത്തിൽ അധികം കൺട്രോൾ ഉള്ളത്, ദൈവത്തിനാണോ കൺട്രോൾ ഉള്ളത്? ഐ ആം ആസ്കിങ് എ സെൻസിബിൾ ക്വസ്റ്റ്യൻ.
നമ്മുടെ ജീവിതത്തിൽ പിശാചിനാണോ അധികം കൺട്രോൾ ഉള്ളത്, ദൈവത്തിനാണോ അധികം കൺട്രോൾ ഉള്ളത്? ദൈവത്തിന്. ബിക്കോസ് ഹി ഈസ് സോവറിൻ ഓവർ എവറിത്തിങ്. അങ്ങനെയാണെങ്കിൽ പിശാചിന് പോലും എന്നെ ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടാൻ പോലും പറ്റത്തില്ല. നമുക്ക് വേദപുസ്തകത്തിൽ അതിനെന്തുണ്ട്? തെളിവുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പൗലോസ് ഇവിടെ പറയുന്നത്, ഒരു ശൂലം എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും നമുക്ക് നമ്മുടെ ഈ ദുഃഖം കുറയാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? സംടൈംസ് ഈ ബേർഡൻ, തോൺ ഇൻ ദ ഫ്ലഷിൻ്റെ ബേർഡൻ നമ്മുടെ ജീവിതത്തിൽ കുറയാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോഴും എന്ത് ചെയ്യുക? മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്താണിത്, എനിക്ക് എന്തും കൊണ്ട് ഇങ്ങനെ എന്നുള്ള മത്സരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? എനിക്കിത് തന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അക്സെപ്റ്റ് ചെയ്യുന്നില്ല. You know what? I read a statement which was really good. If you knew what power is there in an accepted sorrow. There is power in an accepted sorrow. ഞാൻ പറയട്ടെ, നമുക്കെല്ലാം അറിയുന്ന പാട്ടാണ്, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. ആരെഴുതിയ പാട്ടാ? ആരെഴുതിയ പാട്ടാ? സാധു കൊച്ചുഞ്ഞു ഉപദേശി. Okay, that's what they say. But if you really go through the background, this is at the loss. I think his son died at the age of 9. 9 വർഷമുള്ള കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ദുഃഖത്തിൻ്റെ പാനപാത്രം ആര് തന്നാലിന്? കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പറയും. കാരണം എന്താണെന്നറിയോ? ആ ഒരു സംഭവമല്ല ഹല്ലേലൂയ പറയാൻ കാരണം. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം കുഞ്ഞ് മരിച്ചതിൽ എന്തായാലും ഹല്ലേലൂയ പറയാനാ? കുഞ്ഞ് മരിച്ചതിലല്ല ഹല്ലേലൂയ. പക്ഷേ ദൈവം ഇത് തൻ്റെ ജീവിതത്തിൽ തന്നതിന്, ഏത് ഈ ദുഃഖത്തിൻ്റെ സന്ദർഭം പോലും ആരാണ് എനിക്ക് തന്നത്? ദൈവമാണ് തന്നത്. അതിൽ ഞാൻ എന്ത് ചെയ്യും? സന്തോഷിക്കും. അറ്റല്ലയോ, എൻ്റെ ജീവിതത്തിൽ 2017 ഇറ്റ് വാസ് ആക്ച്വലി എ കൈൻഡ് ഓഫ് bolt from the blue, totally unexpected. I went for an ultrasound scan and the doctor said there is a lesion on your liver. എന്നിട്ട് ഒരു 6 മാസം പിന്നെ one after another medical investigations in 2 or 3 hospitals. Eventually they did a biopsy in CMC Vellore and found out I have a malignant neuroendocrine tumor and it is already spread to the liver. That means there is no cure from here on. You can only manage the disease. And everything is now based on how your tumors are going to grow. ശരീരത്തിലുള്ള ആ ട്യൂമേഴ്സ് എങ്ങനെ വളരുന്നോ അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. You know what? At the prime of my life, I'm just hitting 40. At the prime of my life, and now when I have a diagnosis like this, I felt the whole world was shattered. Then a good friend of mine sent me a small book. I will never forget that. John Piper എഴുതിയ ഒരു ബുക്കാണ്. തൻ്റെ ജീവിതത്തിൽ പ്രോസ്ട്രേറ്റ് ക്യാൻസർ വന്ന് ജോൺ പൈപ്പർ സർജറിക്ക് പോകുന്നതിന് മുമ്പേ ദൈവത്തിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തനിക്ക് ലഭിച്ച ആ ചിന്തകൾ ഉള്ളടക്കിയ ഒരു പുസ്തകമാണ്. The title of the book will blow you off. You know what is the title of the book? Don't waste your cancer. Don't waste your cancer. ഞാൻ എത്രയോ പേർക്ക് ആ പുസ്തകം അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ജോൺ പൈപ്പർ പറയുന്നത് എന്തോന്നറിയോ? ഡോണ്ട് റെസിൽ വിത്ത് ഇറ്റ്. അപ്പോൾ പുള്ളി പറയുന്നത്, വാട്ട് ഈസ് ക്യാൻസർ? ഒരു സെല്ല് അബ്നോർമലായിട്ട് എന്ത് ചെയ്യുന്നു? ബിഹേവ് ചെയ്യുന്നു. ദെൻ ഹി ഈസ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ, ഈസ് ഗോഡ് സോവറിൻ ഓവർ ദാറ്റ്? ആ സെല്ല് റോഗ് സെല്ലായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ദൈവത്തിന് അത് പിടിച്ച് നിർത്താമായിരുന്നോ ഇല്ലയോ? നിർത്താമായിരുന്നു. അങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഗോഡ് ഈസ്
giving you. It changed my perspective. It changed my perspective. Instead of asking questions, you know what I want to say? Some of us, you know what? We have this problem. We need answers. Therefore, no, we are asking questions. എന്താണെന്നറിയോ? ദൈവമേ, ഞാൻ എന്തെങ്കിലും ചെയ്ത തെറ്റുകൊണ്ടാണോ? എൻ്റെ പിതാക്കന്മാർ ചെയ്ത തെറ്റുകൊണ്ടാണോ? ഇന്നൊക്കെ ഉണ്ടല്ലോ പലരും എന്തോ പറഞ്ഞ ആവശ്യമില്ലാത്ത ഉപദേശങ്ങളുമായിട്ട് വരുന്നുണ്ട്. 4ാം തലമുറയിൽ നടന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ബ്രേക്ക് ദ കേഴ്സ് എന്നൊക്കെ പറഞ്ഞ്. ഡോണ്ട് ബിലീവ് ഇൻ എനി ഓഫ് ദാറ്റ്. All our curses have been already what? Atoned for on the cross. പലപ്പോഴും നമുക്ക് എന്താണെന്നറിയോ? വി ആർ സ്റ്റിൽ നോ സീക്കിംഗ് ആൻസേഴ്സ്. അതുകൊണ്ട് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. You know what? The Bible very clearly makes us understand we don't live based on what? Answers, explanations. We live our lives on the basis of God's promises. തിരിച്ചു പറയട്ടെ. We don't live our lives based on what? Explanations from God. Rather, we live on the basis of what? God's promises. ദൈവത്തിൻ്റെ പ്രോമിസാണ് ഇപ്പം ആർക്ക് നൽകിയത്? പൗലോസിന് നൽകിയത്. My grace is what? Sufficient for thee. പ്രിയപ്പെട്ട ദൈവജനമേ, അതോടുകൂടെ ചേർത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. 12ാം അധ്യായത്തിൻ്റെ 7ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചേ. എന്തോ ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ അത്? ഞാൻ നിഗളിച്ച് പോകാണ്ട് ഇരിക്കുവാൻ വേണ്ടി എന്തുവാ? ശൂലം ശരീരത്തിൽ തന്നിരിക്കുന്നു. ഇത് എപ്പോഴാണ് പൗലോസിന് മനസ്സിലായെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? ദൈവം പൗലോസിന് ഒരു ദർശനം കൊടുത്തിട്ട്, പൗലോസേ, ഇതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഇത് തന്നിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞില്ല. പൗലോസ് മനസ്സിലാക്കി. എപ്പോഴാണെന്നറിയോ? ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി, ദൈവം എന്ത് ചെയ്താലും തനിക്കൊരു ലക്ഷ്യമില്ലാതെ ദൈവം എന്ത് ചെയ്യില്ല, ചെയ്യത്തില്ല. Do you believe in that? Whatever God allows us to go through, God has a purpose. Whether you understand that purpose or not, God has a purpose. Because He doesn't do anything what? Without a purpose. അപ്പോൾ പൗലോസിന് ഇപ്പം പർപ്പസ് മനസ്സിലായി. പൗലോസ് പറയുക, എന്താ പറയുന്നത്? ഞാൻ നിഗളിച്ച് ഇരിക്കുന്നതിന് വേണ്ടി God has given me what? That means, there is a purpose in what? The pain I undergo. Brothers and sisters, take this. Even in your pain and suffering, God has a purpose. God has a purpose. പൗലോസോട് പറയുക, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആക്ച്വലി ടു കീപ് മീ ഫ്രം കൺസീറ്റഡ് ആൻഡ് ബിക്കമിങ് പ്രൗഡ്. ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്. ദർ ഇസ് സംതിങ്, ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറയുക, ദർ ഇസ് സംതിങ് വേഴ്സ് ദൻ സിക്നെസ് ആൻഡ് ദാറ്റ് ഇസ് സിൻ, ആൻഡ് ദ വേഴ്സ്റ്റ് സിൻ ഓഫ് ഓൾ ഇസ് വാട്ട്? പ്രൈഡ്. പൗലോസ് പറയുക, ഈ എന്തോ പറഞ്ഞാൽ ലോകത്തിൽ ശരീരത്തിലുള്ള അസുഖത്തിനെക്കാട്ടിലും ദൈവസന്നിധിയിൽ വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പാവമാണ്. പാവങ്ങളിലെ ഏറ്റവും വലിയ പാവം എന്തുവാണ്? നെഹളിക്കുന്ന പാവം. അപ്പം ഈ നെഹളിക്കുന്ന പാവം ഞാൻ ചെയ്യാണ്ടിരിക്കുവാൻ വേണ്ടി ദൈവം ഈ അസുഖം എനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെനിക്കെന്തോ ഉള്ളൂ? പ്രശംസിക്കാനേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കെല്ലാവർക്കും വീക്ക്നെസ്സസ് ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അത് മാനസികമായിരിക്കാം, അല്ലെങ്കിൽ എന്തുവാ, ശരീരത്തിലായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, എനിക്കറിയത്തില്ല. നമുക്കെല്ലാവർക്കും എന്തോ തോൺ ഇൻ ദ ഫ്ലഷ് ഉണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലപ്പോൾ ദൈവം ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാതിൻ്റെ കാരണം എന്തോന്നറിയോ? അകറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കില്ല. അകറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താശ്രയം വരില്ല? ദൈവത്തിൽ ആശ്രയം വരില്ല.
അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ നമ്മളും ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങളെന്ത് പറയും? ദൈവമായിട്ട് ചേർന്ന് ആശ്രയിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ആശ്രയം വരണമെങ്കിൽ ചിലപ്പോൾ ചില മുള്ളുകൾ നമ്മൾ എന്ത് ചെയ്യണം, ശൂലങ്ങൾ നമ്മൾ ചുമക്കേണ്ടത് വരും. എൻ്റെ സമയം അവസാനിച്ചു. ഈ വേദഭാഗത്തിൽ ഇനിയും നമുക്ക് പറയാനുള്ള പല കാര്യങ്ങളും ഉണ്ട്, എന്നാലും ഞാനിവിടെ നിർത്തുവാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ എനിക്ക് വലിയ ആശ്വാസം നൽകിയ ഒരു പാട്ടാണ്. എനിക്ക് പാടാനൊന്നും കഴിവില്ല, എന്നാൽ ആ പാട്ടിൻ്റെ വരികൾ മാത്രം ഞാനൊന്ന് പറയുകയാണ്. അതിൻ്റെ പശ്ചാത്തലം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ എനിക്ക് ഈ ഭയങ്കര വിഷമവും ദുഃഖമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ പോക്കറ്റിൽ ആ പാട്ട് വെച്ചുകൊണ്ട് ഞാനിങ്ങനെ നടക്കും. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള ഒരു ലെയിനിൽ ഞാനിങ്ങനെ നടക്കും. മൈൻഡ് മൊത്തം എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യവും എല്ലാം അണ്ടർ പ്രഷർ. പക്ഷേ ഇതൊരു വലിയൊരു ആശ്വാസമായിരുന്നു. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. And then what I really loved about this song was, മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥൻ്റെ സമ്മാനമാണ്. That's unbelievable. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥൻ്റെ സമ്മാനമാണ്. എന്തിനാണെന്നറിയോ? എൻ ജീവിതത്തിൽ നന്നായി വരാനായി എൻ പേർക്ക് ദാതൻ ഒരുക്കുന്നതാണ്. എൻ്റെ ജീവിതം നന്നായി വരാൻ വേണ്ടി എൻ്റെ ദാതൻ എന്ത് ചെയ്യുക? ഒരുക്കുന്നതാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വായിച്ചാണ്ടല്ലോ, ഈ പൊള്ളുന്ന വെയിലും എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ, സാജൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ എഴുതിയ പാട്ടത്. CSIക്കാരനാണ്. അച്ഛൻ്റെ ആ പാട്ട് എഴുതിയ സാഹചര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണുനീര് വരും. ഈ പൊള്ളുന്ന വെയിൽ എന്ന് പുള്ളി പറഞ്ഞിരിക്കുന്നത് 33 റേഡിയേഷൻ മൂക്കിൽ, CMCയിൽ വെല്ലൂരിൽ 33 റേഡിയേഷൻസ് ചെയ്യുക. കാരണം ഇവിടെയാണ് ക്യാൻസർ വന്നത്. എവറി ടൈം he will go to that radiation and come back. Unbearable pain. But during that time, God gave him this thought. ഈ പൊള്ളുന്ന വെയിലും എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ ജീവിതം നന്നായി വരാനായി. ഒരു വാക്കും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പൗലോസ് ഇതേ ലേഖനത്തിലാണ് പറയുന്നത്. എന്താണെന്നറിയോ? നമ്മൾ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ. ആരുടെ ആശ്വാസം? ദൈവത്തിൻ്റെ ആശ്വാസം. ഈ ആശ്വാസം നമുക്ക് മറ്റുള്ളവരോട് അത് പകർന്നു കൊടുക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? ആ അനുഭവം വേണോ വേണ്ടയോ? ഐ വിൽ ടെൽ മൈ ഓൺ എക്സ്പീരിയൻസ്. വാട്ട്, എനിക്ക് ആ സമയത്തൊക്കെയും ഈ ആൾക്കാർ ഉപദേശം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. ആ സമയത്ത് നമ്മളിത് പ്രസംഗിച്ച് നടന്നവരല്ലേ, നമുക്കിത് അറിയാത്തതാണോ? അപ്പോൾ ആൾക്കാർ എന്നോട് വന്ന് പറയും, ബ്രദറെ ദൈവം നോക്കിക്കോളും, ഒരു പ്രശ്നവുമില്ല. വാട്ട്, അങ്ങനെ പറയുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാത്ത ആൾക്കാരാണ് എന്നോട് വന്ന് പറയുന്നത് എന്തെന്ന് കുഴപ്പമില്ല ബ്രദറെ. ബട്ട് വാട്ട്, the same time there were a few people who had gone through treatments എന്നെക്കാട്ടിലും ഒരു 10 times സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസിൽ കൂടെ കടന്നുപോയ 1-2 സഹോദരിമാരും ഉണ്ട്. അവരിത് കേട്ടപ്പോൾ എനിക്കൊരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ്. ഐ ടെൽ യു, ദാറ്റ് വാസ് മോർ കംഫർട്ടിങ്. why it was comforting? It comes from a person who has undergone the same experience. ആശ്വാസത്തിൻ്റെ ആ ഒരു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? മറ്റവരെ ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മളും എന്ത് ചെയ്യണം? ഇതിൽ കൂടെ കടന്നു പോകണം. ദൈവം പറഞ്ഞ ആ വാക്കുകൾ ഒന്നും കൂടെ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുക. എൻ്റെ കൃപ നിനക്ക് മതി.
നമ്മുടെ ബലഹീനതകളിൽ കർത്താവിൻ്റെ ബലം എന്തു ചെയ്യും? തികഞ്ഞു വരും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെയും കുടുംബത്തിനെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.